മാർച്ച് 2 അല്ലേ? അപ്പോൾ ഇന്നലെ സക്സസ്ഫുൾ ആയിരുന്നു കേട്ടോ. ഒന്നും സ്പെൻഡ് ചെയ്തില്ല, വളരെ മിനിമലിസം ആയിരുന്നു. ഇന്നത്തെ മിനിമലിസ്റ്റിക് ലുക്ക് കണ്ടല്ലോ. കൺമഷി പോലും എഴുതിയില്ല, ലിപ്സ്റ്റിക്ക് പോലും ഇട്ടില്ല. എന്തിനാണെന്ന് പറയട്ടെ ഇത്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഇത്രയും നമ്മളെ കൺട്രോൾ ചെയ്യണേന്ന് വെച്ചാൽ, വ്രതമാസം എന്തിനുള്ളതാണ്? റംസാൻ. കൺട്രോൾ അല്ലേ? ആ മതം പഠിപ്പിക്കുന്ന ഒരു കൺട്രോളാണ് വ്രതമാസത്തിലൂടെ വരുന്നത്. ഈവൻ ശബരിമലയ്ക്ക് പോകുമ്പോൾ 41 ദിവസത്തെ മണ്ഡലകാലത്തെ നൊയമ്പ് അതെന്തിനുള്ളതാണ്? ജീവിതത്തിന് ഒരു താളം, ഒരു ക്രമം തെറ്റുമ്പോൾ അതിനെ ഒന്ന് നേരെയാക്കാൻ വേണ്ടിയിട്ടല്ലേ? അപ്പോൾ അത് കുറച്ച് ആളുകളുണ്ടല്ലോ ഇങ്ങനെ ചില ലഹരികളൊക്കെ ഉപയോഗിക്കുന്നവരോ അങ്ങനെയൊക്കെ ഉള്ളവർ കുറച്ചൊന്ന് അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള വ്രതമാസങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ചാലഞ്ച് ഒന്ന് എടുത്തതാണ്. നമ്മളുടെ പണത്തിനെയും നമ്മൾ അതുപോലെ ഒന്ന് വ്രതശുദ്ധി വരുത്തി പിന്നെ നമുക്ക് വരാം, തിരിച്ചു വരാമല്ലോ നമുക്ക്. പക്ഷെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊന്ന് നോക്കണമല്ലോ അല്ലേ, ഒരു മാസത്തേക്ക്. അതിനാണ് ഞാനൊന്നും ഇത്. എല്ലാ ദിവസവും എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ അങ്ങനെ ആയിരിക്കത്തില്ല. ടുഡേയ്സ് വേ ഓഫ് ഡൂയിങ് മിനിമലിസം ഇസ് ദിസ്. അപ്പം മിനിമലിസ്റ്റിക് വേ ഓഫ് ഡൂയിങ് തിങ്സിൽ ഒരു 4-5 കാര്യങ്ങൾ പറയാട്ടോ. നമ്മൾ മിനിമലിസം പ്രാക്ടീസ് ചെയ്യുമ്പോഴേ ചില തിങ്സ് നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ ഒഴിവാക്കണം. ചില തിങ്സ് എന്ന് പറയുമ്പോൾ വാങ്ങിക്കുന്നതിനാണ് കേട്ടോ ഞാൻ പറയുന്നത്. സപ്പോസ് ഇപ്പോൾ നമ്മളൊരു നമ്മൾ ഈ കിച്ചൺ ചെറിയ ചെറിയ കാര്യങ്ങളാണേ, കിച്ചണിൽ ഉപയോഗിക്കുന്ന നാപ്കിൻസ് ഉണ്ടല്ലോ, പേപ്പർ നാപ്കിൻസ്, അത് നമ്മൾ ഒരു മാസത്തേക്ക് അങ്ങ് അവോയ്ഡ് ചെയ്തേക്കാം. നമുക്ക് കഴുകി എടുക്കാവുന്ന നല്ല ടവൽസ് അത് ഉപയോഗിക്കാം. അപ്പോൾ അതൊരു ചെറിയ കാര്യമാണ്. പക്ഷേ നമുക്ക് ആ ഒരു കോൺഷ്യസ് പ്രവൃത്തികൾ, അതായത് നമ്മുടെ മനസ്സിനെ കറക്റ്റായിട്ട് അതിലേക്ക് കൊണ്ടുവരികയാണ് അല്ലേ? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാനൊരു കഥയും കൂടെ പറഞ്ഞോട്ടെ കേട്ടോ. കാരണം ആ കഥ എനിക്കിവിടെ പറയണമെന്ന് തോന്നി. കാരണം ഓരോരുത്തരുടെയും ഔട്ട്ലുക്ക് വേറെ ആയിരിക്കും. പക്ഷെ ഒരു മങ്ക് ആയ ഒരാൾ കേട്ടോ, കുറേ വർഷങ്ങൾക്ക് ശേഷം സഹപാഠിയെ മുട്ടുകയാണ്. അപ്പോൾ ആ സഹപാഠി വളരെ റിച്ച് ആയിട്ടുണ്ട്. ഹീ ഈസ് കേറ്ററിങ് ടു ദി കിങ് എന്ന് പറഞ്ഞാൽ കിങ്ങിൻ്റെ രാജധാനിയിൽ ഉള്ള ജോലികൾ ചെയ്യുന്ന ഒരാളാണ്. ഹി വാസ് ഇൻ എ ഗുഡ് പോസ്റ്റ്. ഇത് കിങ്ങിൻ്റെ കൂടെയല്ലേ. അപ്പോൾ ഇയാൾ കാണുകയാണ് ഈ മങ്കിനെ, ബീൻസും ദാലും ചോറും മാത്രമൊക്കെ കഴിക്കുന്നു. അപ്പോൾ മങ്കിനോട് പറയും, നിങ്ങൾ വരുന്നോ എൻ്റെ കൂടെ രാജധാനിയിലേക്ക്? നിങ്ങൾക്ക് ഞാൻ അവിടെ ഒരു ജോലിയാക്കി തരാം സുഹൃത്തെ. എന്തിനാണ്? അല്ലെങ്കിൽ പിന്നെ ഈ കഞ്ഞിയും പയറും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ദാലും ചോറും മാത്രം കഴിച്ച് നീ ജീവിക്കേണ്ടി വരുന്നില്ലേ നിനക്കിതൊരു മങ്കായതുകൊണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇയാൾ പറയണേ, ദാലും ചോറും മാത്രം കഴിച്ച് ജീവിക്കാൻ എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ മങ്കായി. നിനക്ക് ദാലും ചോറും കഴിക്കണമെങ്കിൽ നീ രാജാവിൻ്റെ ഭൃത്യനായേ പറ്റുള്ളൂ എന്ന്. ആലോചിച്ച് നോക്കൂ, ശരിയാണ്. എനിക്ക് ആ ഭൃത്യന് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പണം സേവ് ചെയ്യണമെങ്കിൽ രാജാവിൻ്റെ അവിടെ പണിക്ക് പോയേ പറ്റുള്ളൂ. ഇദ്ദേഹം ഒരു മങ്കായതുകൊണ്ട് ഇദ്ദേഹത്തിന് ഇത് കിട്ടിയാലും മതി, കിട്ടിയില്ലെങ്കിലും മതി അല്ലെ. ആരെങ്കിലും കൊടുക്കുന്ന ദാലും ചോറും ആണെങ്കിലും ഹി ഈസ് കണ്ടന്റഡ്. പക്ഷെ അദ്ദേഹത്തിന് ദാലും ചോറും മാത്രം കഴിച്ച് കണ്ടന്റഡ് ആവാൻ അറിയാത്തത് കൊണ്ട് അത് ഉണ്ടാക്കാനും അതിൽ കൂടുതൽ ഭക്ഷണങ്ങൾ കഴിക്കാനും അതിൽ കൂടുതൽ പൊരുളുകൾ ഉണ്ടാക്കാനും, അതായത് സ്വത്തുക്കൾ ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് അയാൾ മങ്കായത്. നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അതായത് ഒരു മങ്കിന് കണ്ടന്റഡ് ആണെന്ന്, കഞ്ഞിയും ചോറും മാത്രം മതി, അത് കഴിച്ച് ജീവിക്കാൻ അറിയാവുന്നത് കൊണ്ട് മങ്കായിട്ട് ജീവിക്കാം. ഇയാൾക്ക് കഞ്ഞിയും ചോറും മാത്രം കൊണ്ട് ജീവിക്കാൻ അറിയാത്തത് കൊണ്ട് ആണ് രാജാവിൻ്റെ സേവക വേല ചെയ്യേണ്ടി വന്നത് എന്നാണ് പറയുന്നത്. ഇതിലൊരു ചെറിയ ടേക്ക് അവേ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എല്ലാവരും ഇപ്പോൾ വലിയ കാറുകൾ വാങ്ങിക്കാനും വലിയ വീടൊക്കെ വാങ്ങിക്കാനും ഒക്കെ ലോൺ എടുത്തിട്ട് നമ്മൾ ആരുടെയെങ്കിലും അടിമയായിട്ട് സേവനം ചെയ്തല്ലേ ജീവിക്കുന്നത് എന്നുള്ളൊരു ഹിൻ്റുണ്ട് അതിൽ. പക്ഷെ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അല്ലേ, നമുക്ക് എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. ചിലർക്ക്
ഭയങ്കര റുഡിമെൻ്ററി ആയിട്ട് ജീവിച്ചാൽ മതിയാകും. ചിലർക്ക് സിംഗപ്പൂർ, ദുബായ് പോലുള്ള പട്ടണങ്ങളിലെ എന്താ പറയുക, ആവേശം വേണം ജീവിക്കാനായിട്ട്, അല്ലെങ്കിൽ ജീവിതം കണ്ടില്ല എന്ന് പറയുന്നവരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ വേറെ ഒരു തലത്തിലും കൂടെ ചിന്തിക്കണം കേട്ടോ. മിനിമലിസം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ലക്ഷറീസ് നമ്മുടെ ചുറ്റിനുമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ അവൈലബിൾ ആയതുകൊണ്ട് നമുക്കതിൻ്റെ വില അറിയില്ല. ഗ്വാട്ടിമല എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഇല്ല, അതായത് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഉള്ളിലേക്ക് പോകുന്ന അവസ്ഥകളിലുള്ള ആളുകളൊക്കെ സുഡാൻ്റെ ഒക്കെ ഉള്ളിലേക്കൊക്കെ പോകുമ്പോൾ വളരെ പരിതാപകരമാണ്. അവിടെ വെള്ളമേ ഇല്ല. ചില സ്ഥലങ്ങളിൽ അവർക്ക് വെള്ളം വേണമെങ്കിൽ തന്നെയില്ലേ, അവർ ചില വീടുകളിലൊക്കെ എന്താ പറയുക, വലിയ റിച്ചായിട്ടുള്ള ആൾക്കാർ പോണ്ടൊക്കെ ഉണ്ടാക്കി സലനിറ്റി എല്ലാം കളഞ്ഞിട്ട് ആ പോണ്ടിൽ നിന്ന് വെള്ളം എടുക്കുന്നതിന് പകരമായിട്ട് അവരുടെ വീട്ടിൽ ജോലി ചെയ്യിപ്പിക്കുന്നു. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ കാണുന്നില്ല, നമുക്കറിയില്ല. അവിടെ എവിടെയൊക്കെ വായിക്കുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നില്ല. നമ്മളിരിക്കുന്നിടത്ത് കിട്ടുന്ന ഈ വെള്ളം, വായു, പിന്നെ മെലീമസമല്ലാത്തൊരു വായു, അതെല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ വി ഹാവ് ടു സംടൈംസ് ഗീവ് അപ്പ് നമ്മുടെ ചില ലക്ഷറീസ് നമ്മൾ വേണ്ടാന്ന് വെക്കുക. ഇന്ന് സൺഡേ അല്ലേ, അപ്പം നമ്മുടെ വെള്ളം ഒരുപാട് ഉപയോഗിച്ച് കളയാതിരിക്കാൻ നോക്കൂ നിങ്ങൾ കേട്ടോ. വെള്ളം ഒരുപാട് ഇങ്ങനെ ടാപ്പ് തുറന്നിട്ടിട്ട് ഷേവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇത് ബി വെരി കെയർഫുൾ. അത് ക്ലോസ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു മഗ്ഗിലെടുത്ത് വെക്കുക. എന്ത് തന്നെയായാലും വെള്ളമല്ലേ, വെള്ളത്തിനൊക്കെ എത്ര ബില്ല് വരുന്നതെന്നറിയാം. ഈ രാജ്യത്തൊക്കെ വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രയാസപ്പെട്ടവർ കൊണ്ടുവരണം. ഇവിടെ നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയാനായിട്ട് കടൽ മാത്രമല്ലേ ഉള്ളൂ. അപ്പം ഇത് ശ്രദ്ധിക്കാം. അപ്പം മിനിമലിസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വെറുതെ പണം മാത്രമല്ല, റിസോഴ്സസും കൂടി നമുക്ക് കിട്ടുന്ന റിസോഴ്സസിനെ പറ്റി നമ്മൾ മൈൻഡ്ഫുള്ളായിട്ട് ചിന്തിക്കണം. എന്നാൽ മാത്രമാണ് നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഏത് നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ സോയിലിനെ പറ്റി പറയുന്നില്ലേ ആൾക്കാർ, സോയിലിൽ നിറയെ വളമിട്ടിട്ട് അതിൻ്റെ ഫുൾ കെമിസ്ട്രി മാറ്റി വെച്ചിട്ടുണ്ട്. രാസപദാർത്ഥങ്ങളും അതും ഇതുമൊക്കെ ചേർത്തിട്ട് ഇപ്പം റബ്ബറൊക്കെ ആണെങ്കിൽ ആ റബ്ബർ മാത്രമേ അവിടെ പറ്റുള്ളൂ എന്നല്ലേ പറയുക. ഇപ്പം അങ്ങോട്ടൊക്കെ ഉള്ള ഹൈ റേഞ്ച് മേഖലകളിലേക്കൊക്കെ ഈ റബ്ബർ നട്ട് കേരളത്തിലെ ഇതില്ല അത്ര, താഴെ വെള്ളം ഊറുന്നില്ല എന്ന്. കാരണം ഇതൊരു ആ ഒരു മരത്തിൻ്റെ പ്രത്യേകതയായിരിക്കാം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അവിടെയൊക്കെ കുരുമുളക്, ഏലമൊക്കെയാണ് വേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ മിനിമലിസം. 2 ദിവസം ഞാനൊന്നും ചിലവാക്കിയില്ല എന്ന് മാത്രമല്ല കേട്ടോ. കോൺഷ്യസ് ആയിട്ട്, മൈൻഡ്ഫുള്ളായിട്ട് ഈച്ച് തിങ് നിങ്ങൾ ചെയ്യുമ്പോൾ പ്ലീസ് തിങ്ക് ചെയ്യൂ. ഒരു പേപ്പർ എടുത്ത് കീറി പൊതിഞ്ഞ് എന്തെങ്കിലും കൊടുക്കുമ്പോഴാണെങ്കിലും തിങ്ക് ചെയ്യും, ഭഗവാനെ ഇത് ഞാനിങ്ങനെ ചെയ്യാമോ? അങ്ങനെ ചിന്തിച്ചിട്ട് ചെയ്യൂ. ആവശ്യത്തിന് മാത്രം നിങ്ങൾ എന്താ പറയുക, എല്ലാ കാര്യങ്ങളും, എല്ലാ റിസോഴ്സസും ചിലവാക്കൂ. അപ്പോൾ ചിയേഴ്സ്. ഇന്നത്തെ ദിവസം എല്ലാ ദിവസവും ഞാൻ 10 മിനിറ്റേ ഇടുന്നുണ്ടാവുള്ളൂ. അതിൽ കൂടുതൽ ഞാൻ ഇടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ബോറടിക്കും, എല്ലാവരും സ്കിപ്പ് ചെയ്ത് പോകും. സോ 10 മിനിറ്റ്സ് ടൈം മതി കേട്ടോ. ലെറ്റ് മീ ടെൽ യു വൺ മോർ തിങ്. ഞാൻ ഇതിനകത്തുനിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടല്ല ചെയ്യുന്നത് കേട്ടോ. എനിക്ക് കിട്ടിയ ഒരു എന്താ പറയുക, ഒരു ബോധോദയം എന്നൊക്കെ പറയില്ലേ, അത് എന്നെപ്പോലെ ഉള്ള നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. അത് ഇല്ലയെന്നല്ല ഞാൻ പറയണേ. എനിക്ക് കിട്ടിയതൊന്ന് പറയണം എന്ന് തോന്നി. ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യൂ. നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ട് പ്രോസസ്സ്, നിങ്ങൾ പ്രൊവോക്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് ചെയ്യൂ ഇതിനകത്ത്. ഞാൻ പറഞ്ഞിട്ടില്ല, പറയാതെയും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ആ ചില കാര്യങ്ങൾ ഇതിൽ എഴുതിയാൽ ഞാൻ നാളെയും പറയാം. അപ്പോൾ എനിക്ക് കണ്ടന്റ് ആവുകയും ചെയ്യും. ഐ ക്യാൻ ടെൽ ആരൊക്കെ എങ്ങനെയൊക്കെയാണ് ഈ മിനിമലിസത്തിനെ കൊണ്ട് നടക്കുന്നതെന്ന് കേട്ടോ. ഞങ്ങളുടെ വല്യമ്മച്ചിയുടെ മിനിമലിസം ഞാൻ പറയാറില്ലേ, വല്യമ്മച്ചി എപ്പോഴും ഇല എടുത്തിട്ട് വാട്ടിയിട്ട് പൊതിഞ്ഞ് അച്ഛന് കൊടുത്തയക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ വിചാരിക്കും, എന്തിനാ അച്ഛന് ഇതിനകത്ത് കൊടുത്തു വിടുന്നതെന്ന് ചോദിക്കുമ്പോൾ വല്യമ്മച്ചി പറയുകയെ, അതേ അച്ഛനിരിക്കുന്ന ഓഫീസിലെ വെള്ളമൊന്നും ഉണ്ടാവില്ല കഴുകാനൊക്കെ, ഗവൺമെൻറ് ഓഫീസല്ലേ, പിന്നെ വന്നാലും തന്നെയും അവിടേക്ക് ഇട്ട് പാത്രമൊക്കെ കഴുകി കൊണ്ടുവരാൻ ബുദ്ധിമുട്ടല്ലേ, പിന്നെ എന്തിനാ അത് ആ വെള്ളം കളയണത്, ഇതാവുമ്പോൾ എവിടെയെങ്കിലും അത് ആ കുപ്പയിലിട്ടിട്ട് അങ്ങ് പൊക്കോളുമല്ലോ, അല്ലെ പശുക്കളൊക്കെ തിന്നോളുമായല്ല, അങ്ങനെ പറയുമായിരുന്നു. അതും ഒരു കോൺഷ്യസ് ലിവിങ്ങിൻ്റെ ഭാഗമാണ്, തിങ്കിങ്ങിൻ്റെ ഭാഗമാണ് അല്ലേ. നിങ്ങളുടെ കോൺഷ്യസ് തിങ്കിങ്ങിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ചെയ്ത ഒരു കാര്യം ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇന്ന് രണ്ടാം ദിവസം സക്സസ്ഫുൾ ആട്ടോ.
ഇന്നും എനിക്കൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ കൂടെ കൂടിയിരിക്കുന്നവരെല്ലാവരും ഇതിനകത്ത് യെസ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, വാട്ട് എവർ യു ഹാവ് ഡൺ കുറച്ച് സമയം എടുത്തൊന്ന് എന്തെങ്കിലും ഒന്ന് എഴുതണം കേട്ടോ. അപ്പോൾ എനിക്ക് വായിക്കാമല്ലോ, എനിക്ക് മനസ്സിലാകുകയും ചെയ്യുമല്ലോ. ഓക്കെ, അപ്പോൾ നാളെ കാണാം. എല്ലാ ദിവസവും 10 മിനിറ്റ് 1:30-2 മണിയാകുമ്പോഴേക്കും ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ഈ സ്വിച്ച് ചിലപ്പോൾ വർക്കാകത്തില്ല, അതായിരുന്നു നോക്കണം. ഓക്കെ, ലൈക്ക് അടിക്കണം, അത്ര ലൈക്ക് അടിച്ചില്ലെങ്കിൽ ആൽഗോരിതം വർക്കാവില്ല. അപ്പോൾ പിന്നെ യൂട്യൂബിന് മനസ്സിലാവില്ല ആളുകൾക്ക് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന്. സോ എല്ലാവരും ഒന്നൊരു തംസ് അപ്പ് ലൈക്ക് കൊടുക്കണം കേട്ടോ. താങ്ക് യു.